ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പൊ രാവിലെ തന്നെ ഉറക്കമൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ദോശനൊക്കെ കുത്തിമറിച്ചിട്ട് തിന്നാന്ന് വിചാരിച്ചപ്പ അമ്മ വിളിച്ചു പറഞ്ഞു കുരുമന്ദിരത്തിൽ കഞ്ഞി ഉണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പാത്രമൊക്കെ പറക്കി അത് പോയി വാങ്ങി. ചിലയിടത്ത് ഗോതമ്പ് ദോശ, ചിലയിടത്ത് കഞ്ഞി. ഞാൻ കഞ്ഞിയാണ് ഗൈസ് കുടിച്ചത്. അപ്പോഴേക്ക് റബ്ബറിൻ പാൽ എടുത്തോണ്ട് നോക്കി അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, അത് എടുത്തോണ്ട് വന്ന് അവിടെ ചരിച്ച് അമ്മ കാണുന്നതിന് മുമ്പ് അതത്രയും കഴുകി വൃത്തിയാക്കി രാവിലെ എന്നെ പണിയെടുക്കേണ്ടി വന്നു. പിന്നെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഈ കുപ്പി ഉണ്ടെങ്കിലേ വെള്ളം കുടിക്കോളെന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് വാങ്ങിച്ച കുപ്പിയാണ്. പിന്നെ ഡൂഡിമോൾ എനിക്ക് മുട്ടായിയൊക്കെ സന്തോഷത്തോടെ തന്നു. ഇവിടെ രണ്ടും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയി ഹൊയ് ഹൊയ് എന്നും പറഞ്ഞ് തുള്ളി. പിന്നെ 1 മണിക്കൂർ പഠിക്കാനെന്നൊക്കെ പറഞ്ഞിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൂടാ. പിന്നെ അത് പഠനദോഷത്തിനൊക്കെ വിധേയമായി പൂജയായി. അങ്ങനെ ഞാൻ ടിവിയും കണ്ട് ബിസ്ക്കറ്റൊക്കെ തന്നിരുന്നു. ഇന്ന് വീട്ടിൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാണ് എന്റെ ചേച്ചി. ഉള്ളിയും പപ്പടവും ആദ്യമേ കരിച്ച് മാറ്റി വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും പറക്കി തിന്ന് തീർത്ത്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു. വീട്ടിലെന്നും ഈ നൃത്ത നാടകം ഉള്ളതാണ്. ഇന്നും ആ പരിപാടി ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അമ്മ. അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്ന് വീട്ടിൽ ഉണ്ടായാലും അപ്പോഴൊക്കെ അമ്മയ്ക്ക് തേങ്ങ വാങ്ങണം, ഒരു പ്രത്യേക സ്വഭാവം തന്നെ. അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങാൻ കൊണ്ടുപോയി. അങ്ങനെ തേങ്ങയെന്നും പറഞ്ഞു പോയി അമ്മ മുട്ടയൊക്കെ ആയിട്ടാണ് തിരിച്ചു വന്ന. അങ്ങനെ കഷ്ടപ്പെട്ട് ഡൂഡിമോള് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി ഇപ്പൊ പറയും. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക്. വൈകിട്ടായപ്പോ ഇവിടെ തൂക്കൽ മത്സരമൊക്കെ നടത്തി. പിന്നെ കുറച്ചു നേരം മിത്തുവിന്റെ നുണയൊക്കെ കേട്ടിരുന്നു. അപ്പുറത്ത് നിന്ന് അവളമ്മ എന്തിനോ വിളിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നോണ്ട് ഇത്ര നേരം മൈൻഡ് ചെയ്യാതിരിക്കുന്നു. ലാസ്റ്റ് അടി കിട്ടുമെന്നായപ്പോ ഇറങ്ങി ഓടി. അങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവളെയും പറഞ്ഞു വിട്ട് ഞാനും ഡൂഡിമോളൂടെ ചാടി പോണൊരു ഗെയിം കളിച്ച് ഞാൻ അതിൽ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഇരുന്നിടത്തോണ്ട് വെച്ച് കുറച്ച് കഴിഞ്ഞ് മിത്ത് വീണ്ടും വന്നു ഗൈസ്. മസ്കാബന്നും കൊണ്ടാണ് വന്നത്. 2-3 പാത്രത്തിലായിട്ടാണ് അവിടെ നിന്ന് ഇതുവരെ ഡെലിവറി ചെയ്തത്. അവൾ ഉണ്ടാക്കിയ മസ്കാബന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നത്തെ വെള്ളം കൂടിയൊന്നും എങ്ങും എത്തിയില്ല. തേങ്ങ വാങ്ങലും കഞ്ഞിയുടിയൊക്കെ ആയി അങ്ങനെ ഒരു ഞായറാഴ്ചയും കഴിഞ്ഞു. അപ്പൊ ഓക്കെ ബൈ.